നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയലും ബാഴ്സയും തമ്മിലുള്ള പോര് കനക്കുകയാണ്. ഇപ്പോൾ റയൽ മാഡ്രിഡ് ബാഴ്സയ്ക്കെതിരെ കോടതിയിൽ ഒരു മോഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. സോ ഈ വിഷയം ഇവിടെയൊന്നും തീരില്ല എന്ന കാര്യം ഉറപ്പാണ്. നെഗ്രേര കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റയൽ മാഡ്രിഡ് കോടതിയിൽ ഒരു മോഷൻ ഫയൽ ചെയ്തിരിക്കുന്നു. മോഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സംഭവങ്ങളിൽ ചില പ്രത്യേക റിക്വസ്റ്റുമായിട്ട് മുന്നോട്ട് പോയി അത് പരിശോധിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ലീഗലായിട്ടുള്ള ആക്ഷനാണ്. അപ്പോൾ അതിൽ പറയുന്നത് റയലിൻ്റെ ആവശ്യം ബാഴ്സലോണയുടെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്, അവരുടെ ഡോക്യുമെൻറ്റ്സ് മൊത്തം ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തണം. 2010 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിലെ ഡോക്യുമെൻറ്റ്സ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തണം. പിന്നെ ഇയർലി അക്കൗണ്ട് റിപ്പോർട്ട്സ് അത് പരിശോധിക്കണം. ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ബിറ്റ്വീൻ 2010 ആൻഡ് 2018. വീണ്ടും ആവശ്യപ്പെടുന്നു ടാക്സ് മീറ്റിംഗ് റിപ്പോർട്ട്സ്, 2010 മുതൽ 2018 വരെയുള്ള ടാക്സ് മീറ്റിംഗ് റിപ്പോർട്ട്സ് പരിശോധിക്കണം. അപ്പോൾ ക്ലബ്ബ് ഇതിൽ എല്ലാം വെച്ച് തുറന്നങ്ങ് പോവുകയാണ് എന്നർത്ഥം. ഡിമാൻഡിങ് ഫുൾ ട്രാൻസ്പെറൻസി ടു സീ വൈ ബാഴ്സലോണ പെയ്ഡ് മില്യൺസ് ഓഫ് യൂറോസ് ടു നെഗ്രേര, ദ VP ഓഫ് റഫറീസ്. എന്തിനാണ് ഇത്ര വലിയ മില്യൺസ് ഓഫ് എമൗണ്ട് നെഗ്രേറക്ക് കൊടുത്തത്? അതാണ് ഈ കാലഘട്ടം ശ്രദ്ധിക്കുന്നത്. 2010 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കുകളാണ് ഏതായാലും ഇപ്പോൾ പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അതിൽ ട്രാൻസ്പെറൻസിയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും എന്ത് സംഭവിക്കും ഈ കാര്യത്തിൽ എന്നുള്ളത് കണ്ടറിയണം. അതിശക്തമായ രൂപത്തിൽ റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡന്റ് ഈ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറുഭാഗത്ത് നിന്ന് വാക്കുകൾ കൊണ്ട് ജോൻ ലാപ്പോർട്ടയുടെ മറുപടി നമ്മൾ കാണുന്നുണ്ട്. ഈ ക്ലബ്ബുകൾ തമ്മിലുള്ള വൈരം മുറുകുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.